ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ കൃത്രിമത്വം കാണിക്കുന്നുവെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് 9 ദിവസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം വെടിഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും മൗത്ത് പീസുകളായി പ്രവർത്തിക്കുന്ന ദേശീയ ചാനലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇംഗ്ലീഷ്, ഹിന്ദി ചാനലുകൾ വഴി പ്രക്ഷേപണം ചെയ്യുന്ന അനുമാനങ്ങളിലും തീർപ്പുകളിലും ഈ വിഷയം തീരില്ല എന്ന് തിരിഞ്ഞതോടെയാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരായത്. 3ഉം 4ഉം ചോദ്യങ്ങൾക്ക് ഒന്നിച്ചു മറുപടി എന്നതായിരുന്നു അസ്വസ്ഥതയുള്ള ചോദ്യങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രം. വഴുതി ഒഴിയാനുള്ള വഴക്കമല്ല, ഉത്തരങ്ങളാണ് വേണ്ടത് എന്ന് ആവർത്തിച്ച് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഐക്യ പ്രതിപക്ഷം. വോട്ടർ അധികാർ യാത്രയിലൂടെ ബീഹാറിൽ വിഷയം ആളിക്കത്തിക്കുകയാണ് രാഹുൽ ഗാന്ധിയും. ആദ്യം RDX റാപ്പ് കാണാം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായി ഇംപീച്ച്മെന്റ് സംബന്ധിച്ച ധാരണയിലെത്തിയത്. ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ തേടിയുള്ള ഒപ്പുശേഖരണം പ്രതിപക്ഷം ഉടൻ ആരംഭിക്കും. ചുരുങ്ങിയത് 50 MPമാരെങ്കിലും ഒപ്പിട്ടാലേ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിക്കാനാകൂ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടർന്നു. ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചവരെ നിർത്തിവച്ച ശേഷമാണ് നടപടികൾ തുടർന്നത്. പാർലമെന്റ് വളപ്പിലും രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇന്ത്യ സഖ്യം പ്രതിഷേധവുമായി അണിനിരന്നു. അതേസമയം ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടവകാശ യാത്ര 2ാം ദിനം പര്യടനം തുടരുകയാണ്. 2ാം ദിനവും RJD നേതാവ് തേജസ്വി യാദവ് അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ രാഹുലിനൊപ്പം യാത്രയിൽ അണിനിരക്കുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 വിധത്തിൽ വോട്ട് മോഷ്ടിക്കപ്പെടുന്നു എന്ന് രാഹുൽ അക്കമിട്ട് പറഞ്ഞതിന് പരത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞത്. വീട്ട് നമ്പർ 0 എന്ന് രേഖപ്പെടുത്തുന്നത് തെറ്റല്ലെന്നും വീടില്ലാത്തവർക്കും വോട്ട് വേണ്ടേ എന്നും കമ്മീഷൻ ചോദിച്ചു. പിതാവിന്റെ പേര് GHGVFOB എന്ന് രേഖപ്പെടുത്തിയതിനെ പറ്റിയുള്ള ചോദ്യങ്ങളോട് മറുപടിയേ ഉണ്ടായിരുന്നില്ല. രാഹുലിനെതിരെ കമ്മീഷൻ പക്ഷേ നിലപാടെടുത്തു. പേര് പരാമർശിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ കമ്മീഷൻ നടത്തിയത് രൂക്ഷ വിമർശനമാണ്. വോട്ട് മോഷണ ആരോപണം ഭരണഘടനയോടുള്ള അനാദരവാണ് എന്നാണ് കമ്മീഷൻ പറഞ്ഞത്. ആരോപണങ്ങൾ തെളിയിക്കുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും കമ്മീഷൻ പറഞ്ഞു. നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആവർത്തിച്ചു. വോട്ട് ചോരി ആരോപണവും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ബീഹാറിൽ പ്രചാരണായുധമാക്കുകയാണ് ഇന്ത്യ സഖ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം വോട്ട് മോഷണം തന്നെ ആയിരിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ആരംഭിച്ചിരിക്കുന്നത് ബീഹാറിലെ സസരാമിൽ നിന്നാണ്. 1300 കിലോമീറ്റർ സഞ്ചരിച്ച് പാട്നയിലെ ഗാന്ധി മൈതാനിയിൽ വൻ റാലിയോടെ സെപ്റ്റംബർ 1-നായിരിക്കും അതിന്റെ സമാപനം. എന്തുകൊണ്ടാണ് സസരാം? വോട്ട് അധികാർ യാത്രയ്ക്ക് തുടക്കമായ സസരാം ബീഹാറിൽ കോൺഗ്രസിന് ഏറ്റവും വേരോട്ടമുണ്ടായിരുന്ന മണ്ഡലമാണ്. മുൻ ഉപപ്രധാനമന്ത്രി ജഗ്ജീവൻ റാം തുടങ്ങി ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ വരെ ജയിച്ച മണ്ഡലം. വോട്ട് അധികാർ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങൾ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടുവയ്ക്കുന്ന മണ്ഡലങ്ങളിലൂടെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിറം മങ്ങിയ പ്രകടനം മറികടക്കാൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ ഈ മാസ്റ്റർ പ്ലാൻ. സസരാമിലെ വോട്ടർ അധികാർ യാത്രാ ഉദ്ഘാടന വേദിയിൽ ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഇന്ന് വോട്ട് മോഷ്ടിച്ചവർ നാളെ റേഷനും മോഷ്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തന്റെ ചോദ്യങ്ങൾ ഒരു വിധത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ല എന്നതും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ബീഹാറിലെ വോട്ടർമാരുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നത് തേജസ്വി യാദവും പറയുന്നുണ്ട്. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ബീഹാറിനെ രക്ഷിക്കൂ എന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യ യോഗത്തിൽ ഇതിനിടയ്ക്ക് ധാരണയായിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ സകല പരിധികളും ലംഘിച്ച് ജ്ഞാനേഷ് കുമാർ BJPക്കായി പ്രവർത്തിക്കുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324(5) പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റുന്നത് പോലെയാണ്. സഭകളിൽ അംഗബലമില്ലെങ്കിലും പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ച് കമ്മീഷനിൽ അവിശ്വാസം രേഖപ്പെടുത്താൻ ലക്ഷ്യമിടുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഈ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം മുതിരുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന നിലയ്ക്ക്. മറ്റേത് കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ്, പക്ഷേ നമ്മളത് RDX ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ജ്ഞാനേഷ് കുമാറിന്റെ മറുപടികൾ എന്നത് രസകരമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത് എന്നതും പറയാതെ വയ്യ. കാരണം പരഞ്ജോയ് ഗുഹ താക്കൂർത്തയുടെയും നമ്മുടെ ഏഷ്യാനെറ്റിലെ പ്രശാന്ത് രഘുവംശത്തിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ കേട്ടതാണ് കൃത്യമായി.
പക്ഷേ ഉത്തരം ഉണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്ത് ഉത്തരങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടില്ല. അതായിരുന്നു അവസ്ഥ. എന്ത് തോന്നുന്നു സനീഷ്? ഇതിപ്പോൾ ഇംപീച്ച് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തി നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ഈ നമ്മുടേതുപോലൊരു വലിയ രാജ്യത്ത്, അതായത് ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാന പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടിയിലേക്ക് പ്രതിപക്ഷം പോവുകയാണ് എന്നത് ഇന്ത്യയിലെ മാത്രം വാർത്തയല്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹർഷൻ. അതായത് ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന, ലോകം മുഴുവനും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് ഈ കാര്യം മാറി. ഇംപീച്ച്മെൻറ്റിലേക്ക് കൂടെ പോകുന്നു എന്ന് കാണുമ്പോൾ അത് ഇംപീച്ച്മെൻ്റ് എന്ന വാക്ക് ലോകത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ വലിയ തോതിൽ ശ്രദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്തുകൊണ്ട് അതിലേക്ക് പോയി പ്രതിപക്ഷ പാർട്ടികൾ എന്നടക്കമുള്ള ഈ വോട്ട് ചോരി എന്ന് കോൺഗ്രസും പ്രതിപക്ഷവും വിളിക്കുന്ന ഈ വലിയ മഹാസംഭവത്തിലേക്ക്, വലിയ സംഭവത്തിലേക്ക് ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ എത്തുക എന്നതായിരിക്കും കാര്യം. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി വലിയ ശക്തനായിട്ടുള്ള നേതാവാണ് എന്ന് കണക്കാക്കിയിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളിലെ നേതൃസ്ഥാനത്തുള്ള ആളുകളുടെയും സാധാരണ മനുഷ്യരുടെയൊക്കെ മുന്നിലേക്ക് ഇങ്ങനൊരു സംഗതി വളരെ ശക്തമായിട്ട് കൊണ്ടുവന്ന് വെക്കുക എന്നുകൂടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇംപീച്ച്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ നോട്ട് നിരോധം ഉണ്ടായല്ലോ പണ്ട്. നോട്ട് നിരോധം കേന്ദ്ര സർക്കാർ, BJP സർക്കാർ കൊണ്ടുവന്നതിൻ്റെ കാര്യങ്ങളിലൊന്നായിട്ടും അക്കാലത്ത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യർ തൊട്ട് ഏറ്റവും മുകൾ തട്ടിലുള്ള ആളുകളെ വരെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു വൻ മഹാസംഭവം എടുത്തിടുക എന്നതുകൂടെയാണ് ഈ നോട്ട് നിരോധത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു പുതിയ സർക്കാർ വന്നിട്ടുണ്ടെന്ന കാര്യം രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടും അറിയിക്കുക എന്നൊരു വലിയ ഉദ്ദേശം കൂടി അതിനുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു നടപടി കുറേ കാലങ്ങളായിട്ടുണ്ടാകാത്ത നടപടിക്ക് വേണ്ടി എന്ന് ഏതാണ്ട് നോട്ട് നിരോധത്തിന് സമാനമായിട്ടുള്ള ആഘാതശേഷിയുള്ളൊരു നടപടി പ്രഖ്യാപിക്കുകയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിപക്ഷവും ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇംപീച്ച്മെൻറ്റ് പ്രഖ്യാപനം അതിന് മുമ്പുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ. അതുകൊണ്ട് ഇതിപ്പോൾ രാജ്യത്തിൻ്റെ മാത്രം വിഷയമല്ല, ലോകത്തിൻ്റെ ആകെ വിഷയമായിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ബീഹാറിലും കേരളത്തിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഏറ്റവും താഴെത്തട്ടിൽ അതാത് ദിവസത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ വല്ലാതെ ഇൻവോൾവ് ചെയ്ത് ശ്രദ്ധിക്കാൻ സമയമൊന്നുമില്ലാത്ത, അവനവൻ്റെ അതാത് ദിവസത്തെ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരെ കൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് ഇത് മാറിയിരിക്കുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഏറ്റവും സാഡ് ഫിഗറായിട്ട് നിൽക്കുന്ന ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. നമ്മൾ നോക്കുമ്പോൾ മറുപടിയില്ല, പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. അതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ട് നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു കാര്യം, ഒരു ചരിത്ര സംഭവം, നമ്മൾ സമീപകാലത്തൊന്നും, പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദി സർക്കാർ 2014 വന്നതിന് ശേഷം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ അപ്പുറത്തുള്ള ആളുകളോട് ഷാർപ്പായിട്ട് ചോദ്യം ചോദിക്കുന്നത് നമ്മൾ ഒരു വിഷയത്തിലും കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കാണുന്ന ആളുകൾ ആലോചിച്ച് നോക്കട്ടെ, ഒരാളും കണ്ടിട്ടില്ല. അതായത് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന, അവർ പ്രതിപക്ഷം ശത്രുപക്ഷത്തേക്ക് അല്ലെങ്കിൽ ആരോപിത പക്ഷത്ത് വെച്ചിരിക്കുന്ന ആളുകളോട് പ്രതിപക്ഷം വെച്ച പോയിന്റുകൾ അതിശക്തമായിട്ട് ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകരെ നമ്മൾ ദേശീയ തലത്തിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടേയില്ല. അതുണ്ടായി എന്നതാണ്. ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പരഞ്ജോയ് ഗുഹ താക്കൂർത്തേക്ക് അത് ചോദിക്കുമെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹം ആ മട്ടിലുള്ള ഗംഭീരനായിട്ടുള്ള ജേർണലിസ്റ്റാണ്. കേരളത്തിൽ നിന്നുള്ള പ്രശാന്ത് രഘുവംശം മലയാളി മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധി ആയതുകൊണ്ട് അദ്ദേഹം അത് ചോദിക്കും എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ നിന്ന് ഹിന്ദി ബെൽറ്റിലുള്ള പത്രക്കാരടക്കമുള്ള ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നത് അങ്ങേയറ്റം കാര്യങ്ങൾ മാറിയത് എങ്ങനെ എന്ന് തെളിയിക്കാനുള്ള കാര്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന വീടിന് പകരം പൂജ്യം എന്ന് ചേർത്താൽ അത്ഭുതമൊന്നുമില്ല എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP കേന്ദ്ര സർക്കാരിന് മേലൊരു അധിക ഭാരം കൂടെ അദ്ദേഹത്തിൻ്റെ ഈ ഗതിമുട്ടിയപ്പോഴുള്ള മറുപടിയിൽ നിന്ന് വെച്ചു. കാരണം നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം മനുഷ്യർ വീടില്ലാതെ താമസിക്കുകയാണ് എന്നുകൂടെ അവർക്ക് രേഖകളുണ്ട്. സ്വാഭാവികമായിട്ട് രേഖകളുള്ളതുകൊണ്ടാണല്ലോ ഈ പറയുന്ന അവർക്ക് വോട്ടവകാശം ദത്തമാകുന്നത്. ആധാർ അടക്കമുള്ള രേഖകളുണ്ടാകും. രേഖകളുണ്ടായിട്ടും വീടുകളില്ലാത്ത ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ്, എന്ത് രേഖകളാണ് അവർക്കുള്ളത്? ആ രേഖകൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതം ഒന്നുകൂടെ മെച്ചപ്പെട്ടതായിട്ട് കൊണ്ടുപോകാനുള്ള രേഖകൾ ഉണ്ടായിരിക്കെ സർക്കാർ അത് ചെയ്യുന്നുണ്ടോ എന്ന 100,000 ചോദ്യങ്ങളെ ഉയർത്തിവിടുന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഹർഷൻ, അതായത് ഞങ്ങളിതിന് മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടെടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിനും BJPക്കും സത്യത്തിൽ ആത്യന്തികമായിട്ട് നല്ല ഭയമുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറയുന്ന ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ സൗത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിക്കുന്നതിന് ഇത് കാരണമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെയുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ഇളകിയിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന നോർത്തിലെ ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങളിലെ മനുഷ്യരുടെ, പാവപ്പെട്ട മനുഷ്യരുടെ ഹിന്ദുത്വയോടുള്ള ആഭിമുഖ്യവും വോട്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള ത്വരയും ഒരല്പം താഴേക്ക് വന്നിട്ടുണ്ട് എന്ന് ശരിയാവണ്ണം വിലയിരുത്തുന്ന RSSും BJPയും ഇവിടെ നിന്ന് വല്ല സീറ്റും കിട്ടുമോ എന്ന് പരിശോധിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതിന് ഈ വോട്ട് അധികാര യാത്രയും ഈ വോട്ട് ചോരി ആരോപണങ്ങളും ഈ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖാമുഖമൊക്കെ കാരണമായിട്ട് നമ്മിരിക്കുന്ന ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇതിനകത്തൊരു സങ്കടകരമായ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ തന്നെ പരമപ്രധാനമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ പദവിയിൽ നിൽക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം,
അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രോസസ്സായ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രക്ക് സാഡ് ഫിഗറായി പോയിരിക്കുന്നു എന്ന് ലോകത്തിനാകെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി വന്നിരിക്കുന്നു. അതിനാരാണ് കുറ്റവാളികൾ എന്ന് അവരാലോചിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ പോലും മഹത്തായ ഇന്ത്യ മഹാരാജ്യം, മഹത്തായ രാജ്യം, ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഇത്രയും മഹത്തായ സംവിധാനത്തെ ആരാണ് ഇങ്ങനെ തരം താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചത് എന്ന് പൊതുജനം സ്വാഭാവികമായിട്ടും ചിന്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഏറ്റവും തമാശ നിറഞ്ഞ കാര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സോറി ഫിഗറായി മാറുന്നത് എന്നുള്ളത് നോക്കിയാൽ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായതോടെ ആ വോട്ടർമാരുടെ സ്വകാര്യത വെളിപ്പെടുത്തി കളഞ്ഞു. അത് ഗുരുതരമായ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ഒരു വോട്ടറായിരിക്കുക എന്നുള്ളത്, ഒരു രാജ്യത്തെ വോട്ടറായിരിക്കുക എന്നുള്ളത് അങ്ങനെ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട സംഗതി അല്ല. ഒന്നാമത് മാത്രമല്ല, ഇത് വോട്ടർ പട്ടികയായി അതാത് മണ്ഡലങ്ങളിലേക്ക് ഈ രാഷ്ട്രീയ നേതാക്കളുടെ കയ്യിലേക്ക് തന്നെ ഒരു ഘട്ടത്തിൽ എത്തിപ്പെടുന്നതുമാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഒരു പട്ടികയാണ് അത് പ്രദർശിപ്പിക്കുന്നത്. അത് പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയ കുറ്റമായി മാറുക? വിചിത്രമായ കാര്യമാണ് പറയുന്നത്. ഇനി വേറൊരു തമാശ, അസമിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മളിവിടെ ചർച്ചയ്ക്കെടുത്തതാണ്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീടില്ല എന്ന കാരണത്താൽ, അതായത് അഡ്രസ്സ് നഷ്ടപ്പെട്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വോട്ടവകാശം ഇല്ല എന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ. അപ്പോഴാണ് ഇവിടെ അച്ഛൻ്റെ പേര് ABCD എന്നാണെങ്കിൽ അവന് വോട്ട്, അവന് വീട്ടിൻ്റെ പേര് വീട് നമ്പർ 0 എന്നാണെങ്കിൽ അയാൾക്ക് വോട്ട്. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 0 എന്നുള്ളത് വീടില്ലാത്ത ആളുകൾക്കാണ്, അവർക്ക് വോട്ട് ചെയ്യേണ്ടേ എന്നൊക്കെയുള്ള വളരെ വൈകാരികമായ ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, അതായത് കർണാടകത്തിൽ നടന്നതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ മട്ടിലുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അന്ന് അതേസമയം ബീഹാറിൽ വോട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഡ്രസ് ഇല്ല, ID കാർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വോട്ട് വെട്ടുക. അസമിൽ വോട്ട് വെട്ടുക. അവിടെ വോട്ട് വെട്ടുന്നത് ആരുടെയാണ്? ഈ തീരദേശത്ത് താമസിച്ചുകൊണ്ടിരുന്ന, അതായത് ഈ പുഴയോരത്തൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വോട്ട് വെട്ടുന്നതിന് ഒരു മടിയുമില്ല. അഡ്രസ് ഇല്ലെന്നാണ് പറയുന്നത്. ഏത് ഈ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഇമ്മാതിരി പരിപാടി കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാതിരിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾക്ക് പലപ്പോഴും കണ്ടിട്ടില്ലേ, ചില നേതാക്കന്മാരും അതല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ചില ഈ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുക. അതായത് അതിൽ തീർച്ചയായും അതിന് മറുപടി ഓരോന്നിനും പറഞ്ഞു പോകണമെന്ന് തീരുമാനിക്കുന്നവർ അതാ ചെയ്യുക. അപ്പോഴാണ് നിങ്ങളൊരു 5 പേര് ചോദ്യം ചോദിച്ചോളൂ, ഞാൻ എല്ലാത്തിനും മറുപടി പറയാം. അങ്ങനെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാതെ അങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നത് എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ തന്നെയാണ്. ഇതങ്ങനെയല്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു പോവുക. എന്നിട്ട് തരക്കേടില്ല, എനിക്ക് ഇതിനൊരു മറുപടി കൊടുക്കാൻ പറ്റുമെന്ന്. അതെ. അപ്പൊ അങ്ങനെ ഒരു സാധനം വരുമ്പോൾ അതിന് മാത്രം മറുപടി കൊടുക്കുക. ഇങ്ങനെയൊക്കെ വിചിത്രമായി. അദ്ദേഹം ഈ കേരളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു IAS ഓഫീസറാണ്. അപ്പൊ അങ്ങനെ ഒരു IAS ഓഫീസർ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ തമാശയും സങ്കടവും ഒക്കെയുണ്ട്. ഇവിടെയും അദ്ദേഹം കുറേ ആരോപണങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ആൾ തന്നെയാണ് കേരളത്തിൽ IAS ഓഫീസറായി ഇരുന്ന കാലത്ത്. ഇപ്പോൾ എന്തായാലും ഇംപീച്ച്മെന്റ് നീക്കത്തിലേക്ക് അത് പോകുമ്പോൾ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ലോകം ശ്രദ്ധിക്കുകയാണ്, ലോകം കാണുകയാണ്. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറായിരിക്കുന്നു എന്ന്, പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നു എന്ന്. പല ജനാധിപത്യ രാജ്യങ്ങളിലും ജനാധിപത്യ അട്ടിമറികൾ നടക്കുന്ന ഘട്ടത്തിൽ ഇതുപോലെ നമ്മൾ പല ന്യൂസ് റൂമുകളിലും ഇരുന്ന് ഇത്തരം വാർത്തകൾ വായിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും നമ്മളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നു. ഇത്രയും ആഘാതശേഷിയിൽ ഈ അടുത്ത കാലത്ത് എങ്ങാനും ഇന്ത്യൻ പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ലെന്ന് തന്നെയാണ് അതിനുത്തരം. പൗരത്വ പ്രക്ഷോഭം, കർഷക സമരം, സർവകലാശാല സമരങ്ങൾ, നീറ്റ്, അഗ്നിപഥ്, സ്ത്രീ സുരക്ഷ, ഇലക്ഷൻ ബോണ്ട്, ക്രമക്കേട്, അതുപോലെ തൊഴിലില്ലായ്മ, വലിയ പ്രക്ഷോഭങ്ങൾ ഏറെ കണ്ടു കഴിഞ്ഞ 10 വർഷക്കാലം. പക്ഷേ പാർലമെന്റിൽ നിന്നും പുറത്തേക്ക് രാജ്യമാകെ പടരുന്ന ഒരു സമര മുന്നേറ്റമായി അതൊന്നും വേണ്ട വിധം മാറിയില്ല. ഒരുപക്ഷെ കർഷക പ്രക്ഷോഭം ഒഴിച്ചു നിർത്തിയാൽ പൗരത്വ പ്രക്ഷോഭവും കർഷക സമരവും സർവകലാശാല പ്രക്ഷോഭങ്ങളും തെരുവിൽ നിന്ന് പാർലമെന്റിലേക്ക് ചെന്നതാണ്, തിരിച്ചല്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിന് ഉത്തരവാദിത്വത്തിൻ്റെയും കൃത്യതയുടെയും ലളിതവും വസ്തുനിഷ്ഠവുമായ ഒരു ശൈലി ഉണ്ടായിരുന്നു. ഒരു പുനർസംഘടിത ശക്തിയായി പ്രതിപക്ഷം പ്രക്ഷോഭമായി മാറുന്നത് നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ നവോന്മേഷത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് തന്നെ ഇപ്പോൾ കരുതേണ്ടി വരും. ഇനിയും കരുത്തുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനകമേ ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു.